Independence is where the mind is without fear and the head is held high, where the knowledge is free, where the world has not been broken up into fragments by narrow domestic walls, says Rabindranath Tagore. Happy Independence Day to everyone. I wish you all faith in words, freedom in mind, and pride in souls. Let's salute this glorious nation on its Independence Day. It's a great time for you to show the act of freedom and love for our nation. First of all, to flag off the ceremony, I invite Angelin for prayer song. Angelin, please. മന്ദാരപ്പൂവിലും മംഗളത്തിലും ചന്തം ചുരത്തുന്ന ചാരുമൂർത്തി മന്ദരയ്ക്കുള്ളിലും മാമലയ്ക്കുള്ളിലും സ്പന്ദനം കൊള്ളുന്ന ചാരുമൂർത്തി ലോക സമസ്ത സുഖിനോ ഭവന്തു ഈ മന്ത്രമേലോകമെങ്ങും മുഴങ്ങാൻ വിജ്ഞാനദീപം നിങ്ങൾക്കതെത്തുക കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു അഞ്ജലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ധീരവനിതകളുടെ ത്യാഗോജ്ജലമായ പോരാട്ടം തുറന്നു കാട്ടുന്നതിനും കൂടി വേണ്ടി നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ സ്വാഗത പ്രസംഗത്തിനായി ഗംഗ എസ് നായറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. നവീന കവിത്രയങ്ങളിൽ ഒരാളായ കുമാരനാശാന്റെ വരികളാണിവ. അതെ, സ്വാതന്ത്ര്യം എന്നത് മലയാളത്തിലെ കുറച്ച് അക്ഷരങ്ങൾ കോർത്തിണക്കിയ ഒരു വാക്കിനുമപ്പുറം ഒരു തലമുറയെയും ജനതയെയും സ്വാധീനിക്കാൻ കഴിവുള്ള അടിസ്ഥാന ഘടകമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും വേണ്ടി മുളുവിളി കൂട്ടുന്ന ഇന്നത്തെ ലോകത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പുറത്തിറങ്ങി നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ ആളിക്കത്തി നാടിന് വെളിച്ചമാകാൻ കൊതിച്ച നിരവധി ധീരവനിതകൾ നമ്മൾക്കിടയിൽ ജീവിക്കുകയും മരിച്ചു മൺമറിയുകയും ചെയ്തു. 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന നമ്മൾ അവരെ അനുസ്മരിക്കേണ്ടതും അവരുടെ ജീവത്യാഗത്തിന്റെ മൂല്യം തിരിച്ചറിയേണ്ടതും നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒരുപാട് പേർ ചിന്തിയ രക്തത്തിന്റെ ബാക്കിപത്രമാണെന്ന് മനസ്സിലാക്കേണ്ടതും ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് പാല അൽഫോൻസ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ആസാദി കാ അമൃത് മഹോത്സവ് എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ രാജ്യവാകമായ പദ്ധതിയിൽ ഭാഗമായി നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ സ്ത്രീകളെ കുറിച്ച് നടത്തുന്ന അലുമിനി ടോക്ക് സീരീസ് എന്ന പരിപാടിയിൽ പങ്കുചേരാനും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുവാനും എത്തിച്ചേർന്ന നമ്മുടെ പ്രിൻസിപ്പൽ റവറൽ ഡോക്ടർ സിസ്റ്റർ റെജീനാമ ജോസഫിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ റവറൽ ഡോക്ടർ ഷാജി ജോണിനെയും വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യുവിനെയും ബർസാർ റവറൽ ഡോക്ടർ ജോർജ് ജോസഫ് കൊലവേലി രച്ചിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂണിയൻ അഡ്വൈസർമാരായ മിസ് ഡയാന എലിസബത്ത് ജോസിനെയും മിസ് അനു പോളിനെയും ഈ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. സ്ത്രീ പ്രാധാന്യത്തിന്റെയും വിപ്ലവജാലിയുടെയും തീക്കനലുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ വനിതകളെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചിമാരായ അൽനീഷ മേരി ജോണിനെയും ജയലക്ഷ്മി ജിയെയും അഞ്ജലി ടിയെയും എൽസ മരിയ ജോർജിനെയും ഷെൽസി ഷാജിയെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അവസാനമായി ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എന്റെ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ചേച്ചിമാർക്കും എന്റെയും കോളേജിന്റെയും പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, Ganga. Azadi Ka Amrit Mahotsav, a project to envision the India of tomorrow. As said before, it is a grand project introduced by our Prime Minister Narendra Modi to put forward our culture to the world. To inaugurate this auspicious occasion, I invite our respected principal, Reverend Dr. Sister Regina Ma Joseph, on behalf of our college. Sister, please. ആദരണീയനായ കോളേജ് വൈസ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ഷാജി ജോൺ, ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു, കോളേജ് ബർസാർ റവറൻഡ് ഡോക്ടർ ജോസ് ജോസഫ്, ആദരണീയനായ ടീച്ചേഴ്സ്, ഇന്ന് സംസാരിക്കുന്ന മിസ് അഞ്ജലി ടി, ജയലക്ഷ്മി ജി, എൽസ മരിയ ജോർജ്, അനുഷ മേരി ജോൺ, ഷെൽസി ഷാജി, സ്നേഹമുള്ള കുട്ടികളെ,
നമ്മുടെ മഹത്തായ രാഷ്ട്രം സ്വാതന്ത്ര്യത്തിന്റെ 74 അനുഗ്രഹ വർഷങ്ങൾ ഇന്ന് പൂർത്തിയാക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആത്മത്യാഗം അനുഷ്ഠിച്ച കോടാനുകോടി മനുഷ്യരുണ്ടായിരുന്നു ഭാരതത്തിൽ. അവരെ എല്ലാവരെയും നന്ദിയോടെ ഓർമ്മിക്കേണ്ട ദിനമാണിത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച സകലരുടെയും പ്രതിനിധിയും പ്രതീകവുമാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന്റെ മഹത്തായ ആദർശങ്ങൾ 4 പദങ്ങളിൽ സംഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കും. സത്യം, ട്രൂത്ത്; അക്രമരാഹിത്യം, നോൺ വയലൻസ്; നിർഭയത്വം; സത്യാഗ്രഹം അഥവാ അനീതിക്കെതിരെയുള്ള ധർമ്മസമരം. നമ്മുടെ പൊതുജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി ഈ ആദർശങ്ങൾ നാം കൊണ്ടുവരേണ്ടതുണ്ട്. മഹാത്മജി പറയുന്നുണ്ട്, ഇഫ് വി ആർ ടു ടീച്ച് റിയൽ പീസ് ഇൻ ദിസ് വേൾഡ് ആൻഡ് ഇഫ് വി ആർ ടു കാരി ഓൺ എ റിയൽ വാർ അഗെയിൻസ്റ്റ് വാർ, വി ഷൽ ഹാവ് ടു ബിഗിൻ വിത്ത് ദ ചിൽഡ്രൻ. ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, യുദ്ധത്തിനെതിരായ ഒരു യുദ്ധം നാം നയിക്കണമെങ്കിൽ, നാം അത് ആദ്യം കുട്ടികളിൽ ആരംഭിക്കണം. അക്രമം നിറഞ്ഞ ലോകത്തിൽ യഥാർത്ഥ സമാധാനത്തിന്റെ വക്താക്കളാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. മഹാത്മാവ് എപ്പോഴും പ്രത്യാശയുടെ വ്യക്തിയായിരുന്നു. സ്ത്രീ സമത്വത്തിനു വേണ്ടി അദ്ദേഹം വാദിച്ചു. സ്ത്രീധന സമ്പ്രദായത്തിനെതിരെ അദ്ദേഹം നിലകൊണ്ടു. ധർമ്മശക്തി കൂടുതൽ സ്ത്രീകൾക്കുള്ളതുകൊണ്ട് അവരിലൂടെ സമൂഹത്തിന് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. മനുഷ്യവർഗം ഒരു സമുദ്രം പോലെയാണ്. അതിലേതാനും തുള്ളികൾ മലിനമാകുന്നതുകൊണ്ട് സമുദ്രം മുഴുവൻ മലിനമാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. കുറച്ചുപേരുടെ തിന്മ ലോകത്തിലുള്ളതുകൊണ്ട് മനുഷ്യവംശം മുഴുവൻ ചീത്തയാണെന്ന് പറയുവാൻ നമുക്ക് സാധിക്കില്ല എന്നതായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. സ്വാതന്ത്ര്യദിന പുലരിയിൽ ഏവർക്കും ആശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മൾ ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. ഇന്ന് 74 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് നമ്മുടെ അലുമിനിയകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷത്തെ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഒരു ലെക്ചർ സീരീസാണ്, ടോക്ക് സീരീസാണ് അവർ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് സംസാരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ സ്ത്രീകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് സംസാരിക്കുന്ന അഞ്ജലി ടി, ജയലക്ഷ്മി ജി, എൽസ മരിയ ജോർജ്, അനിഷ മേരി ജോൺ, ഷെൽസി ഷാജി എന്നിവരെ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്. 75ാമത് ഇൻഡിപെൻഡൻസ് ഡേ ആരംഭിക്കുന്ന ഇന്നേ ദിവസത്തിൽ നമ്മുടെ എല്ലാ പ്രോഗ്രാംസിൻ്റെയും ആരംഭം ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഈ അവസരത്തിൽ ആസാദി കാ അമൃത മഹോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. പാരതന്ത്ര്യത്തിന്റെ ഇരുളിൽ നിന്നും പ്രകാശമായ ഒരു ആകാശവും ഭൂമിയും സ്വാതന്ത്ര്യവും നമുക്ക് സമ്മാനിക്കാനായി പോരാടുകയും ജീവൻ ബലി നൽകുകയും ചെയ്ത പോരാളികളിൽ അറിയപ്പെടാതെ പോയ സ്ത്രീജനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബർസ റവറൽ ഡോക്ടർ ജോസ് ജോസഫ് കൊലവേലിയിൽ അച്ഛനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റെജിനാമ്മ ജോസഫ്, വൈസ് പ്രിൻസിപ്പൽമാരായ ബഹുമാനപ്പെട്ട ഡോക്ടർ ഷാജി വണച്ച, ഡോക്ടർ മിനിമോൾ മാത്യു സിസ്റ്റർ, കോളേജ് യൂണിയൻ അഡ്വൈസർമാരായ ബഹുമാനപ്പെട്ട അനൂർ പോൾ മിസ്, ഡയാന ജോസ് മിസ്, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മളെല്ലാവരും ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ
ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷം ആചരിക്കുക. ഇത് നമുക്ക് ഒരു പുതിയ തുടക്കമാകണം. ആ തുടക്കം എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ ലോകത്തിന്റെ വെറുപ്പില്ലാത്ത, സ്നേഹം മാത്രമുള്ള, സഹകരണമുള്ള ഒരു ലോകത്തിന്റെ തുടക്കമായിട്ട് മാറണം. അതിലാദ്യമായിട്ട് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സ്വാതന്ത്ര്യത്തിനും അതുപോലെ ജനാധിപത്യ മൂല്യങ്ങൾക്കും ഒക്കെ വില ഉണ്ടായത് 1945 ശേഷമാണ്. 1945 വരെ എന്തായിരുന്നു ഈ ലോകം, പ്രത്യേകിച്ച് യൂറോപ്പ് എന്തായിരുന്നു? യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്തു. അങ്ങനെ ഈ ലോകത്തിലുണ്ടായ ഏറ്റവും വലിയ വിപത്തുകളായ 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും നടന്നു. അതിന്റെ ഫലമായിട്ട് ആണവായുധം വരെയും ഉപയോഗിക്കപ്പെട്ടു. കണക്കില്ലാത്ത മനുഷ്യർ മരിച്ചുപോയി. അത് വെറുപ്പിന്റെ ഒരു കാലഘട്ടമായി. യൂറോപ്പിലെ മുഴുവൻ വെറുപ്പായിരുന്നു. ആ വെറുപ്പിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് കാലം മാറിയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഒന്നിക്കണമെന്ന ചിന്താഗതിയിലേക്ക് വന്നു. അങ്ങനെ യൂറോപ്പില് ഒരു ഏക നാണയം രൂപപ്പെട്ടു വന്നു, യൂറോ എന്ന നാണയം. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സങ്കല്പം രൂപപ്പെട്ടു. അത് പൂർണ്ണമായിട്ട് നടപ്പാക്കിയിട്ടില്ല. അതിനിടയ്ക്ക് നടപ്പാക്കിയ ഒരു രാജ്യം പിന്നോട്ട് പോയിട്ടുണ്ട്, ചിലരുടെ പുറകോട്ട് പോകണം എന്ന് പറയും. എന്നാലും വെറുപ്പിന് പകരം സൗഹൃദവും സ്നേഹവും സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളുടെ ഈ സ്വാതന്ത്ര്യ ലബ്ധിയുടെ 75-ാം വാർഷികം നമുക്ക് എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും മനസ്സിൽ എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പ് മാറ്റിയിട്ട് അവിടെ എല്ലാം സ്നേഹം നിറയ്ക്കാനുള്ള അവസരമായിട്ട് മാറണം. അത് എവിടെയാണ് തുടങ്ങേണ്ടത്? മറ്റാരുമല്ല തുടങ്ങേണ്ടത്, നമ്മൾ തന്നെയാണ് തുടങ്ങേണ്ടത്. ഇപ്പോൾ നമ്മളുടെ കാര്യം പറയാം. നമ്മളെല്ലാവരും അൽഫോൻസ കോളേജ് എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ അല്ലെങ്കിൽ ഇവിടെ പഠിക്കുവാൻ അവസരം ലഭിച്ചവരാണ്. എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, അൽഫോൻസ കോളേജിൽ ആര് വന്നാലും അവർക്കെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മളുടെ ഈ അനുഗ്രഹം, നമുക്ക് കിട്ടിയ അനുഗ്രഹം നമ്മൾ സ്വാർത്ഥതയുടെ ഫലമാക്കരുത്. ആ അനുഗ്രഹം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ, അവരുമായിട്ട് സ്നേഹബന്ധം ദൃഢപ്പെടുത്തുവാൻ, സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. എവിടെയെങ്കിലും ഒക്കെ വെറുപ്പിന്റെ ഏതെങ്കിലും രീതിയിലുള്ള പെരുമാറ്റങ്ങളോ വാക്കുകളോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറിപ്പോകണം. നമ്മുടെ സ്ഥലമല്ല അത്. നമുക്കൊരിക്കലും വെറുപ്പിന്റെയോ അകൽച്ചയുടെയോ വിദ്വേഷത്തിന്റെയോ സ്ഥലങ്ങളിൽ നിൽക്കാൻ സാധിക്കില്ല. മറിച്ച് സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ രീതിയിലേക്ക് പോകണം. അങ്ങനെ നമുക്ക് നമ്മളുടെ ക്ലാസ് റൂമുകളിൽ, നമ്മളുടെ അലുമിനി മീറ്റുകളിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ സ്നേഹം നിറയ്ക്കാം. ഈ സ്നേഹം ലോകം മുഴുവനും വ്യാപിക്കുന്നതിന് വേണ്ടി നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ എല്ലാ എല്ലാ പ്രവൃത്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രാണേക്കാൾ വലുതാണ് പിറന്ന നാടിന്റെ മാനവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അവരുടെ ത്യാഗവും ചിന്തിയ ചോരയും പൊലിഞ്ഞ സ്വപ്നങ്ങളും ബലിയായി നൽകിയ ജീവനും വ്യർത്ഥമാകാതിരിക്കാൻ നമുക്ക് ഒന്നിച്ചു മുന്നേറണം. അതിനു വേണ്ടത് ഓർമ്മപ്പെടുത്തലുകളാണ്. ഓർമ്മയുടെ ആഴങ്ങളിൽ നിന്നും വേരറ്റു പോയ നിരവധി ധീരവനിതകൾ നമ്മൾക്കിടയിലുണ്ട്. ആദ്യമായി സാധാരണക്കാർക്കു വേണ്ടി സാധാരണക്കാരിൽ നിന്നും ഉയർന്നു വന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ദളിത് വീരാംഗനസിൽ ഒരാളായ ഉദാദേവി പസിയെ പറ്റി സംസാരിക്കാൻ എത്തുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും ആഗ്നേയ കോളേജ് യൂണിയന്റെ ചെയർപേഴ്സണുമായിരുന്ന അനീഷ മേരി ജോൺ ചേച്ചിയാണ്. ചേച്ചി പ്ലീസ്. നമസ്കാരം. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായി തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. മാറ്റങ്ങൾ സൃഷ്ടിച്ചവരെയാണ് എന്നും ചരിത്രം ഓർത്തിട്ടുള്ളത്. എന്നാൽ ചരിത്രം പോലും പലപ്പോഴും മറന്നുപോയെന്ന് വരാം. അതിൽ പ്രധാനിയാണ് ഉദാദേവി.
ഉദാദേവി എന്ന വീര വനിതാ യോദ്ധാവ്. നമുക്കറിയാവുന്നതുപോലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതായിരുന്നു. റാണി ലക്ഷ്മിഭായി, സരോജിനി നായിഡു, ബീഗം മഹലി, കസ്തൂർബ ഗാന്ധി തുടങ്ങിയ സ്ത്രീകളെയാണ് വനിതാ നേതാക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ ഉദാദേവിയെ പോലെയുള്ള ഒരുപാട് പേരെ ചരിത്രം ഇന്ന് ഓർക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഉത്തർപ്രദേശിലെ അവധ് എന്ന കൊച്ചു ഗ്രാമത്തിൽ ദളിതരായ പാസി സമൂഹത്തിലാണ് ഉദാദേവി ജനിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായ 1857 മുന്നണി പോരാളിയായിരുന്നു ഉദാദേവി. എന്നാൽ ചരിത്രം ഓർക്കുന്നത് റാണി ലക്ഷ്മിഭായി പോലെയുള്ളവരുടെ സംഭാവനകളെയാണ്. ഈ പോരാട്ടത്തിൽ ദളിതരായ ദേവിയെ പോലെയുള്ള പ്രതിരോധ പോരാളികളും ഉണ്ടായിരുന്നതായി ചരിത്രം രേഖപ്പെടുത്താൻ മറന്നുപോയിരിക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നിശ്ചയദാർഢ്യത്തോടും മരണം നേരിടാനുള്ള ധൈര്യത്തോടും കൂടി തന്റെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും അഭ്യർത്ഥിക്കും വേണ്ടി സ്വന്തം ജീവൻ ഉദാദേവി ബലി നൽകി. 1857 ഇന്ത്യൻ കലാപത്തിലെ ദളിത് വീരാംഗങ്ങളിൽ ഒരാളായി അല്ലെങ്കിൽ ഒരു യോദ്ധാവായി ദേവി അംഗീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഹസ്രത്ത് മകളിന്റെ സൈന്യത്തിലെ സൈനികരായിരുന്ന മക്ക പാസിയെയാണ് ദേവി വിവാഹം ചെയ്തത്. ബീഗത്തെ യുദ്ധഭൂമിയിലേക്ക് ആയുധമെടുത്തിറങ്ങാൻ ആഹ്വാനവും പ്രചോദനവും നൽകിയത് ഉദാദേവിയാണ്. ദേവിയുടെ നേതൃത്വത്തിൽ ഒരു വനിതാ ബറ്റാലിയൻ ബീഗം രൂപീകരിച്ചു. ഈ ബറ്റാലിയൻ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. ഫോബ്സ് മിച്ചർ ഒരു മഹത്തായ കലാപത്തിന്റെ അനുസ്മരണം എന്ന ലേഖനത്തിൽ ഉദാദേവിയെ കുറിച്ച് ചെറുതായ ഒരു രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തെളിവാണ് ഉദാദേവി എന്ന യോദ്ധാവിനെ തിരിച്ചറിയാൻ ഇപ്പോൾ നമുക്ക് സാധിച്ചത്. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൾ ഒരു ജോഡി പഴയ പാറ്റേൺ കുതിരപ്പട പിസ്റ്റാൾ ആയുധം ധരിച്ചിരുന്നു. ഒരെണ്ണം അവളുടെ ബെൽറ്റിനുള്ളിൽ നിറച്ചു സൂക്ഷിച്ചിരുന്നു. യുദ്ധത്തിനു മുൻപ് അവളുടെ സഞ്ചിയിൽ പകുതിയോളം വെടിമരുന്ന് ശ്രദ്ധാപൂർവം നിറച്ചിരുന്നു. ഒരു മരക്കൊമ്പിന്റെ മുകളിൽ ഇരുന്ന് 1/2 ഡസനോളം വരുന്ന ബ്രിട്ടീഷ് സൈനികരെ അവൾ വെടിവെച്ചു കൊന്നു. സിക്കന്ദർബാദിൽ നവംബറിലാണ് 1857 ആദ്യ സ്വാതന്ത്ര്യ സമരം നടന്നത്. അന്ന് ബ്രിട്ടീഷുകാരുടെ കൈകൊണ്ട് ഭർത്താവ് മക്ക കൊല്ലപ്പെട്ടു. അതിന്റെ പകയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അഭിനിവേശവും കൊണ്ട് പേപ്പൽ മരത്തിന്റെ മുകളിലെ മരക്കൊമ്പിൽ ഇരുന്ന് 30ഓളം വരുന്ന ബ്രിട്ടീഷ് സൈനികരെ അവൾ വെടിവെച്ചു കൊലപ്പെടുത്തി. തന്റെ കയ്യിലുള്ള വെടിമരുന്ന് തീരുവോളം ഒരാളെ പോലും സിക്കന്ദർബാദിലേക്ക് കടത്തിവിടാൻ അവൾ അനുവദിച്ചില്ല. ഒരു മരത്തിൽ നിന്നുള്ള വെടിയുണ്ട വന്നാണ് തന്റെ സൈനികർ കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് സൈനികർ ആ പേപ്പൽ മരം നോക്കി വെടിതോർത്തു. മരക്കൊമ്പിൽ ഒളിച്ചിരുന്ന ദേവി മരക്കൊമ്പ് ഉൾപ്പെടെ വെടിയേറ്റ് താഴേക്ക് വീണു. അടുത്തു നിന്ന് നോക്കിയപ്പോഴാണ് വെടിവെച്ചുകൊണ്ടിരുന്ന വിമതൻ പുരുഷവസ്ത്രധാരിയായ ഉദാദേവിയാണെന്ന് അവർക്ക് മനസ്സിലായത്. അങ്ങനെ 1857 നവംബറിൽ സിക്കന്ദർബാദിൽ വെച്ച് നടന്ന സമരത്തിൽ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് ആ ധീര വനിത യോദ്ധാവ് വീരമൃത്യു വരിച്ചു. തന്റെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ എന്നാൽ ചരിത്രത്തിൽ ഇടം നേടാതെ പോയ ഉദാദേവിയെ പോലെയുള്ളവരെ കൂടി സമൂഹത്തിലും ചരിത്രത്തിലും പൊതുബോധത്തിലും ഇടവും അംഗീകാരവും നേടിക്കൊടുക്കാനും കൂടി ആവട്ടെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ചേച്ചി. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയെ പോലും അത്ഭുതപ്പെടുത്തിയ ഗൊറില്ല യുദ്ധമുഖത്ത് ബ്രിട്ടീഷ് കൊളോണൽ മാൽക്കോത്തിനെ വധിച്ച ഒരു ധീര വനിതയുണ്ട്, ഭീമാബായി ഹോൾക്കർ. അവരെ കുറിച്ച് സംസാരിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സിലെ പൂർവ്വ വിദ്യാർത്ഥിയും ആഗ്നയുടെ വൈസ് ചെയർപേഴ്സണുമായിരുന്ന അഞ്ജലി ടി ചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ഇന്ന് ആഗസ്റ്റ് 15. നൂറ്റാണ്ടുകൾക്ക് അടിമപ്പെട്ട് പിന്നീട് നീണ്ട സമരങ്ങളിലൂടെ ബ്രിട്ടീഷ് കോളനികളിൽ നിന്ന് ആദ്യമായി സ്വതന്ത്രയായ ഇന്ത്യ ഇന്ന് 75ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണ്. സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് നേടിത്തരാൻ പറ്റുന്ന ഒന്നല്ലെന്നും അതിന് ഒരു വലിയ ജനതയുടെ ജീവിതത്തിന്റെ വിലയുണ്ടെന്നും നാം തിരിച്ചറിയേണ്ട സമയം കൂടിയാണിത്. 1700കളുടെ തുടക്കത്തിൽ തന്നെ
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആരംഭം നമുക്ക് കാണാം. അറിയപ്പെടുന്നവരുടെയും അറിയപ്പെടാതെ പോയവരുടെയും ജീവത്യാഗത്തിന്റെയും സമര പോരാട്ടങ്ങളുടെയും ചരിത്രം നമ്മുടെ ഇന്ത്യക്ക് പറയാനുണ്ട്. ആ ചരിത്രങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായ് അടക്കമുള്ള സ്ത്രീ മുന്നേറ്റക്കാർ തുടങ്ങിവെച്ച വിപ്ലവ ജ്വാല സ്വാതന്ത്ര്യം നേടുന്നവരെ അണയാതിരുന്നു എന്നുകൂടി കാണാം. സമരമുഖത്തെ സ്ത്രീ സാന്നിധ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊർജ പ്രവാഹമായിരുന്നു. അതിൽ അധികം പറഞ്ഞു കേട്ടിട്ടില്ലാത്തതും പോരാട്ട വീര്യം കൊണ്ട് ധീര വനിതയായി മാറിയ ഭീമാഭായ് ഹോൾക്കർ എന്ന സ്ത്രീരത്നത്തെ നമുക്കിന്ന് ഓർക്കാം. 21ാം നൂറ്റാണ്ടിൽ ഒരു സ്ത്രീയായി ജീവിക്കുന്നത് മഹത്തരമായ കാര്യമാണ്. എന്നാൽ ഇന്ത്യൻ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും അങ്ങനെ ആയിരുന്നില്ല. സ്ത്രീക്ക് സഞ്ചാര വിലക്ക് ഉണ്ടായിരുന്നിട്ട് കൂടി സ്വതന്ത്ര ഇന്ത്യ സ്വപ്നം കണ്ട സ്ത്രീകൾ സമരമുഖത്തേക്ക് ഒഴുകി. അതിന് ദേശഭാഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഭീമാഭായ് ഹോൾക്കർ 1817 ഗറില്ല യുദ്ധത്തിൽ ബ്രിട്ടീഷ് കേണൽ മാൽക്കമിനെതിരെ പോരാടി അയാളെ പരാജയപ്പെടുത്തിയ കരുത്തുറ്റ വനിതയാണ്. മഹിത്പൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ 2500ഓളം വരുന്ന കുതിരപ്പട്ടാളത്തെ അവർ സധൈര്യം നയിച്ചു. ഇൻഡോർ രാജാവായിരുന്ന യശ്വന്ത് റാവു ഹോൾക്കറിന്റെ മകളായി 1795 സെപ്റ്റംബർ 20 ജനിച്ച ഭീമാഭായ് 1858 മരിക്കുന്നതുവരെ സ്വതന്ത്ര ഇന്ത്യ സ്വപ്നം കാണുകയും അതിനുവേണ്ടി പടപൊരുതുകയും ചെയ്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കാലത്ത് ഭയപ്പെട്ടിരുന്ന പേരാണ് ഭീമാഭായിയുടേത് എന്നതാണ് സത്യം. തന്റെ ജന്മനാടിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി ആയോധന കലകളിൽ പ്രാവീണ്യം നേടിയ ഭീമാഭായ് തന്റെ പരിമിതികളെ മറന്ന് പോരാടിയ ധീര വനിതയാണ്. ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ ആദ്യമായി വാളെടുത്ത വനിതയാണ് ഭീമാഭായ്. ഭീമാഭായിയുടെ ധീരതയ്ക്ക് മുന്നിൽ മുട്ടുകുത്താനേ അന്നത്തെ പീരങ്കിപ്പടയ്ക്ക് സാധിച്ചുള്ളൂ. തന്റെ ചെറുപ്രായത്തിൽ തന്നെ വിധവയാകേണ്ടി വന്ന അവർക്ക് അധികം വൈകാതെ തന്നെ തന്റെ അച്ഛനെയും നഷ്ടമായി. ഇത് അവസരമായി കണ്ട് ബ്രിട്ടീഷ് സൈന്യം ഭീമാഭായിയുടെ നാട് ആക്രമിച്ചു. എന്നാൽ തന്റെ ജന്മനാടിന്റെ സംരക്ഷണം ഒരു യോദ്ധാവില്ലാത്തതിന്റെ പേരിൽ കൈമോശം വരുത്താനാകില്ല എന്ന് കണ്ട് യുദ്ധത്തിന്റെ ഏറ്റവും മുന്നിലായി നിലകൊണ്ട് പൊരുതി ജയിച്ച കഥ അടിപതരാത്ത ഒരു പോരാളിയുടെ വിജയഗാഥ കൂടിയാണ്. ഇതിലൂടെ ഒരു വിധവയുടെ അനാഥയുടെ വസ്ത്രം ഊരിയെറിഞ്ഞ് ആ പീരങ്കിപ്പടയ്ക്ക് നേരെ തന്റെ വാളുതൊത്ത ഭീമാഭായ് നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായി മാറുകയായിരുന്നു. ഇന്ന് ഈ 75ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഭീമാഭായിയെ പോലെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത സമരമുഖത്തെ മുൻനിര പോരാളികളെ നമുക്ക് ഓർത്തെടുക്കാം. പെൺകരുത്തിന്റെ ഈ മുഖങ്ങളെ വരും തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലങ്ങളിലെ പൊതുരംഗങ്ങളിൽ തീരെ പ്രത്യക്ഷപ്പെടാതെ നിന്ന സ്ത്രീ സമൂഹവുമുണ്ട്. അവർ സ്വന്തം നിലയിൽ സംഘടിക്കുകയും പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്തിരുന്ന കാലഘട്ടവും ഉണ്ടായിരുന്നു. സ്ത്രീകൾ സ്വയം വിലയിരുത്തുന്നത് എങ്ങനെയെന്നും അവരുടെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹം എങ്ങനെ വീക്ഷിച്ചിരുന്നെന്നും തീവ്ര ദേശീയവാദികളായ പല ധീര വനിതകളുടെയും പ്രവർത്തനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഭീമാഭായിയെ പോലെയുള്ളവർ അന്നത്തെ സ്ത്രീകൾക്കും ഇന്നത്തെ സമൂഹത്തിനും നൽകുന്ന ഒരു പാഠമുണ്ട്. തളരാത്ത, അടിപതരാത്ത ഒരു മനസ്സിന്റെ ചരിത്രം അവർ പറയുന്നുമുണ്ട്. അവരുടെ ധീരമായ പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയാണ് നാം ഇന്ന് കാണുന്ന സ്വതന്ത്ര ഇന്ത്യ രൂപീകൃതമായത്. സ്ത്രീകൾ കൂടി വിഭാവനം ചെയ്ത ഇന്ത്യയാണ് എന്ന് ഓർത്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനം നമുക്ക് ആഘോഷിക്കാം. നന്ദി, നമസ്കാരം. നന്ദി ചേച്ചി. നാഗപ്രവിശ്യയിൽ നിന്നും ഉയർന്നു വന്ന് 13ാം വയസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൽ നിന്നും രാജ്ഞി എന്ന പദവി ഏറ്റുവാങ്ങിയ റാണി ഗൗഡിനെ പറ്റി സംസാരിക്കാൻ എത്തുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും സ്റ്റുഡന്റ് ഒറേറ്ററുമായിരുന്ന ജയലക്ഷ്മി ചേച്ചിയാണ്. എല്ലാവർക്കും നമസ്കാരം. രാജ്യം ഇന്ന് 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലേ. സ്വാതന്ത്ര്യം എന്ന പദത്തെപ്പറ്റി ധാരാളം ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഏതൊക്കെ തലത്തിലാണ് അംഗീകരിക്കപ്പെടുക എന്ന് സംശയത്തോടെ നോക്കിക്കാണുന്ന ഈ 21ാം നൂറ്റാണ്ടിൽ 2021 ആയിട്ടുകൂടി സ്ത്രീ സ്വാതന്ത്ര്യം എന്നത് ഒരു മിഥ്യയായിട്ട് മാത്രം പരിഗണിക്കപ്പെടുന്ന, അക്ഷരങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും മാത്രം സ്ത്രീ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയതയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ, ചരിത്രത്തിൽ ഇടം നേടാതെ പോയ, ഹിസ്റ്ററി എപ്പോഴും ഹിസ്റ്ററിയായി നിലനിൽക്കുവാൻ ഉള്ള കാരണങ്ങളായി പറയുന്ന ചില ചരിത്ര വസ്തുതകൾ, അവയെല്ലാം കൂടി ചേർന്നതാണ് ഇന്ന് 5 പേർ ഇവിടെ സംസാരിക്കുന്ന 5 മഹത്തായ സ്ത്രീ ജീവിതങ്ങൾ.
ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത് നാഗന്മാരുടെ റാണി എന്ന വിശേഷണത്തിന് ഉടമയായിരുന്ന റാണി ഗൈഡിൻലുവിനെ പറ്റിയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 13ാമത്തെ വയസ്സിൽ, കേവലം 13 വയസ്സ് മാത്രമുള്ളപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ പോകുക, നമുക്കൊക്കെ അത് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ എങ്ങനെയാണ് ആ സ്ത്രീ 13ാമത്തെ വയസ്സിൽ അച്ഛനെയും അമ്മയെയും അതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞ് ജയിലിൽ പോയത്? റാണി ഗൈഡിൻലു എന്ന മഹത്തായ വനിത ഇന്ത്യൻ ദേശീയതയെ പറ്റി പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷയിൽ എവിടെയെങ്കിലും ഒരു വാചകമായിട്ട് മാത്രം നാം കണ്ടു മറക്കുന്ന ഒരു പേരാണ്. നാം അവരെ ആഴത്തിൽ പഠിക്കുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന വനിതകളെ പറ്റി ഒന്നും നാം പഠിക്കുന്നില്ല. മുൻനിരയിൽ കുറച്ചു പേരുണ്ടായിരുന്നു, അവരെ പറ്റി നാം ഗവേഷണങ്ങൾ ഉണ്ടാകുന്നു, അവരെ പറ്റി പഠനങ്ങൾ ഉണ്ടാകുന്നു, അവരെ പറ്റി നാം ചർച്ച ചെയ്യുന്നു. പിൻനിരയിൽ ഉണ്ടായിരുന്ന വനിതകളെ പറ്റി ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ റാണി ഗൈഡിൻലുവിന്റെ ചരിത്രം വളരെ പ്രസക്തമായി തീർന്നിരിക്കുകയാണ്. 1915 ജനുവരി 26 ലോത്തോനാക് പാമയുടെയും കച്ച ക്ലെൻലിയുടെയും മകളായിട്ട് നാഗാലാൻഡിൽ ജനിച്ച ഗൈഡിൻലു അവിടെ അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രാദേശിക നേതാവായിരുന്ന ഹൈപ്പു ജഡോനാൻ എന്ന വ്യക്തിയുടെ ആദർശങ്ങളിൽ ആകൃഷ്ടയാവുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. 1931 ഹൈപ്പു ജഡാനോങ്ങിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും ഈ സമയത്ത് അദ്ദേഹത്തിന് വലിയ പിന്തുണ പ്രഖ്യാപിച്ച ഗൈഡിൻലുവിനെ തേടി ബ്രിട്ടീഷുകാർ നാഗൻ കുന്നുകൾ കയറി ഇറങ്ങുകയുണ്ടായി. അവരുടെ ആയുധങ്ങൾ ഉപയോഗിക്കുവാനുള്ള അവരുടെ ശേഷി വളരെ വലുതായിരുന്നു. സ്ത്രീകൾ ഇന്ന് ഒളിമ്പിക്സിൽ പോയി സ്വർണം നേടുമ്പോൾ, ഒളിമ്പിക്സിൽ ആദ്യം സ്വർണം നേടിയതും അല്ലെങ്കിൽ സ്വർണം നേടാനായിട്ടൊരു സ്ത്രീ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന കഷ്ടതകൾ നമുക്കറിയാം. ഇന്ത്യയുടെ മീരാഭായ് ചാനു വെള്ളി മെഡൽ നേടിയപ്പോൾ അവരതിനു ശേഷം അവരുടെ കഷ്ടതകളെല്ലാം പറഞ്ഞു, അല്ലെ? ഒരാൾ ചാമ്പ്യൻ ആകുന്നത് വരെ വളരെ സാധാരണക്കാരനാണ്. ചാമ്പ്യൻ ആയി കഴിഞ്ഞ ആ നിമിഷം മുതലാണ് നാം അയാളെ അംഗീകരിച്ചു തുടങ്ങുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു ജീവിതമായിരുന്നു ഇവരുടേത്. ആയുധ പരിശീലനത്തിന് വേണ്ടി വളരെയധികം കഷ്ടതകൾ നമ്മുടെ ഗൈഡിലും അനുഭവിക്കേണ്ടതായി വരികയും അതിനുശേഷം അവിടെയുള്ള പുരുഷന്മാരെക്കാളും കൂടുതൽ പ്രാവീണ്യം നേടി കരുത്തയായ ഒരു സ്ത്രീയായി മാറുകയും ബ്രിട്ടീഷ് പട്ടാളത്തിന് എത്തി നോക്കാൻ പോലും സാധിക്കാത്ത ഉയരങ്ങളിൽ ഇവർ താമസിക്കുകയും അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ ശക്തമായിട്ട് പട നയിക്കുകയും ചെയ്ത ഒരു ധീര ദേശാഭിമാനിയായിരുന്നു. 13ാം വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് 1931 മുതൽ 47 വരെ ജീവപര്യന്തത്തിന് ബ്രിട്ടീഷുകാർ വിധിക്കുകയും അങ്ങനെ ജയിലറകളിൽ മാത്രം തളച്ചിടപ്പെട്ട ഒരു ധീര ദേശാഭിമാനിയായിരുന്നു. ഈ ദേശാഭിമാനി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ ഇതിനായി ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് 1937 വരെ പുറം ലോകം അറിഞ്ഞിരുന്നില്ല. അവരുടെ സഹതടവുകാരും അവരെ വളരെ സാധാരണയായ ഒരു സ്ത്രീ ആയിട്ടാണ് കണ്ടത്. ഒരു സ്ത്രീ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി പിടിക്കപ്പെട്ടു, അതുകൊണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇത്രയും വിവരങ്ങളെ ഉണ്ടായിരുന്നു. പക്ഷെ 1937 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അവരെ സന്ദർശിച്ചു. നെഹ്റു ആണ് ഇക്കാര്യം ലോകത്തെ അറിയിക്കുന്നത്. അവരെ സന്ദർശിച്ചതിന് ശേഷം പിറ്റേ ദിവസത്തെ പത്രത്തിൽ നാഗന്മാരുടെ റാണി എന്ന വലിയ തലക്കെട്ടോടുകൂടി ഗൈഡിൻലുവിന്റെ ജീവചരിത്രം വരികയാണ്. അങ്ങനെയാണ് ആളുകൾ ഇത് അറിയുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം 1946 നെഹ്റു ഒപ്പിട്ട ആദ്യത്തെ ഉത്തരവുകളുണ്ട്. ഇടക്കാല ഗവൺമെന്റ് ഇന്ത്യയിൽ രൂപീകരിച്ചതിന് ശേഷം ചില ഉത്തരവുകൾ അദ്ദേഹം ഒപ്പിടുകയും ആ ഉത്തരവിൽ ഗൈഡിൻലുവിന്റെ മോചനത്തിനായി അദ്ദേഹം അപേക്ഷിക്കുകയും ഉണ്ടായിരുന്നു. അങ്ങനെ 47 ഗൈഡിൻലു പുറത്തു വരികയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. ഇതേ സമയത്ത് 1947 ഓഗസ്റ്റ് 14
നാഗാലാൻഡ് സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കുകയാണെന്ന് അവർ സ്വയം പ്രഖ്യാപിച്ചു. നമുക്കറിയാം, ഇന്ത്യ പോലൊരു ദേശീയതയിൽ എല്ലാ സംസ്കാരങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നമുക്ക് പറയുമ്പോഴും റീജിയണലിസത്തിന്റെയും കമ്മ്യൂണലിസത്തിന്റെയും ശേഷിപ്പുകൾ ഇന്ത്യയിൽ ഉടനീളമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ശേഷിപ്പ് നാഗാലാൻഡിലും ഉണ്ടായിരുന്നു. നാഗൻ ജനത അവർക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം വേണം എന്ന് വാശി പിടിച്ചു. അപ്പോൾ അതിനെതിരെ നാഗന്മാരെ അനുരഞ്ജിപ്പിക്കാൻ, അതായത് ഇന്ത്യയോട് ചേർന്ന് നിൽക്കുക എന്നതാണ് പരമപ്രധാനമായ കാര്യം എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ അവിടെ ഉണ്ടായിരുന്നത് ഗൈഡിൻലു എന്ന് പറയുന്ന ഈ ധീര വനിതയാണ്. അതിനുശേഷം നാഗാലാൻഡിൽ ചില വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാവുകയും ക്രിസ്ത്യൻ മിഷണറിമാർ അവിടെ എത്തി നാഗന്മാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള അവരുടെ ഹെരാക്ക എന്ന് പറയുന്ന ഒരു മതത്തിൽ നിന്നും ധാരാളം വ്യക്തികളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറ്റാനായിട്ട് ആഹ്വാനം ചെയ്യുകയും, എന്നാൽ ഗൈഡിൻലു ഇതിനെതിരെ അവർ നിലനിൽക്കേണ്ടത് പരമ്പരാഗതമായ ചില ശേഷിപ്പുകളിലാണ്. പുതിയതിനെ എത്രമാത്രം അനുകൂലിക്കുന്നുവോ അത്രമാത്രം സംസ്കൃതിയുടെ ഉറവിടങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്ന് അഭിപ്രായപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അവരുടെ പരിശ്രമങ്ങൾക്ക് ഫലമായി ഹെരാക്ക എന്ന് പറയുന്ന മതം അവിടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഗൈഡിൻലു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അധികമൊന്നും സ്വാതന്ത്ര്യ സമര ചരിത്രം ആഘോഷിച്ചിട്ടില്ല. അതാണ് ഒരു സ്ത്രീ സ്വാതന്ത്ര്യ സമര സേനാനിയായി കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർ സഹിക്കേണ്ടി വരുന്ന വിഷമതകൾ, അവരെ ഒരു രീതിയിലും അടയാളപ്പെടുത്താതെ പോയ ഒരു കാലഘട്ടം ആണ് കടന്നു പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് പത്മഭൂഷണും അതുപോലെ തന്നെ താമ്രപത്രവും ഒക്കെ നൽകുന്നത്. അവരുടെ ഈ വിലയേറിയ സംഭാവനകളെ ഒന്നും പരിഗണിക്കാതെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കടന്നു വന്ന സർക്കാരുകൾ അവരെ അംഗീകരിക്കുന്നത്. അങ്ങനെ അംഗീകരിക്കപ്പെടാത്ത സ്ത്രീകളുടെ ഒരു കൂട്ടം ഇപ്പോൾ ഞാനിത് സംസാരിക്കുമ്പോഴും നമുക്ക് ഒരു ഗൈഡിൻലുവിനെ അറിയുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു ഉദാദേവിയെ അറിയുകയുള്ളൂ. എന്നാൽ അങ്ങനെയല്ല, ധാരാളം ആളുകൾ, ഇവരുടെ രേഖപ്പെടുത്തിയ ചരിത്രം നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നാം ഈ സ്ത്രീകളെ അംഗീകരിക്കുന്നു. എന്നാൽ രേഖപ്പെടുത്താതെ പോയ ഇനിയും ധാരാളം ആളുകൾ നാഗൻ കുന്നുകളിൽ ഉണ്ടാവാം. അങ്ങനെയുള്ള മനുഷ്യരുടെ ഒരു പ്രതിനിധിയായിട്ട്, രേഖപ്പെടുത്താതെ പോയ സ്ത്രീകളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ നമുക്ക് ഗൈഡിൻലുവിനെ നോക്കിക്കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴയ സൈനിക വിഭാഗമാണ് കച്ചാർ ലെവി എന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അറിയപ്പെട്ട അസം റൈഫിൾസ്. ഈ അസം റൈഫിൾസിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏറ്റവും നൂതനമായ ആയുധങ്ങൾ കൊണ്ടാണ് അവര് പരീക്ഷണങ്ങൾ നടത്തുന്നത്. എല്ലാ ആയോധന കലകളും അവർക്ക് വശമുണ്ട്. അപ്പം ഈ കച്ചാർ ലെവിയോട് അന്നത്തെ കാലത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഉത്തരവിടുകയുണ്ടായി, നമ്മുടെ ഗൈഡിൻലുവിനെ പിടിച്ചു കൊടുത്താൽ അവർക്ക് പാരിതോഷികമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൈഡിൻലുവിനെ പിടിച്ചു കൊടുത്താൽ ഇത്ര രൂപ പാരിതോഷികമായിട്ട് നൽകുന്നതാണ്. പക്ഷേ ഈ ഗൈഡിൻലു എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ആയോധന കലയിലെ മികവ് കൊണ്ട് ഇതിൽ നിന്നെല്ലാം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അന്നത്തെ കച്ചാർ ലെവിയുടെ അംഗസംഖ്യയെക്കാളും വളരെ ചെറുതാണ് ഗൈഡിൻലുവിന്റെ സൈന്യം. പക്ഷെ ഗൈഡിൻലു ആ സൈന്യത്തെ അവർക്കെതിരെ പോരാടാനായിട്ട് പരിശീലിപ്പിച്ചു. അങ്ങനെ വളരെയധികം കഴിവുകൾ ഉണ്ടായിരുന്ന ഒരു വനിതയായിരുന്നു. ധാരാളം കാലം ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ധാരാളം കാലം അവർ ടീച്ചറായിട്ട് ജോലി നോക്കിയിരുന്നു. അങ്ങനെ നാഗന്മാരുടെ ഒരു പരമ്പരാഗതമായ സ്വത്വം അവിടെ തന്നെ നിലനിൽക്കണമെന്നും അതിനെ വൈദേശിക ആധിപത്യം തകർക്കരുതെന്നും വാശി പിടിച്ച അതിനെതിരെ നിലകൊണ്ട ഒരു വനിതയായിരുന്നു. സർവോപരി ഇന്ത്യൻ ദേശീയതയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നോർത്ത് ഈസ്റ്റ് റീജിയൻ എപ്പോഴും ഒരു അടഞ്ഞ അധ്യായമായിട്ടാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അവിടുത്തെ പറ്റി അറിയില്ല. 7 സംസ്ഥാനങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അവിടെയുള്ള പല സംസ്ഥാനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അറിയില്ല. ഇന്ത്യ ചൈന ബോർഡറിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗം ഒരു അയൽ സംസ്ഥാനം പിടിച്ചെടുക്കുമ്പോഴോ മാത്രം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഭാഗങ്ങളാണ്, അങ്ങനത്തെ ഭൂപ്രദേശങ്ങളാണ്. അപ്പോൾ ഇത്രയൊന്നും ഗതാഗതം സുസ്ഥിരമല്ലാതിരുന്ന ഒരു കാലത്തു കൂടി ഗൈഡിൻലു ആ നാഗൻ കുന്നുകളിൽ നടത്തിയ അതിജീവനം അത് ഏതൊരു സ്ത്രീക്കും അഭിമാനിക്കാവുന്നതാണ്. അവരുടെ ജീവിതത്തിൽ നിന്നും ധാരാളം മൂല്യങ്ങൾ നമുക്കും പകർത്താൻ സാധിക്കുന്നതാണ്. ഒരു സ്ത്രീ ഉയർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന
കഷ്ടതകളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ നടത്തിയ പോരാട്ടങ്ങൾ അത് ഇന്ത്യയുടെ ദേശീയതയുടെ ഭൂപടത്തിൽ തീർച്ചയായും നിലനിൽക്കുന്ന ഒരു ഏടാണ്. ഗൈഡിൻ ലൂവിനെ പറ്റി ചർച്ച ചെയ്യാനും ഗൈഡിൻ ലൂവിനെ പറ്റി പഠിക്കാനും ഇനിയും ധാരാളം അവസരങ്ങൾ ജനങ്ങൾക്ക് കിട്ടട്ടെ. അതിന്റെ ഒരു ഫലം എന്നോണം UGCയുടെ ചെയറുകളിൽ പേരുകൾ അവർ നൽകുമ്പോൾ ഈ അടുത്തിടെ UGCയുടെ ഒരു കമ്മിറ്റിയുടെ പേരായിട്ട് റാണി ഗൈഡിൻ ലൂ എന്ന് വന്നിരുന്നു. അങ്ങനെ ദേശീയ ശ്രദ്ധയിലേക്ക് ഇത്തരം വനിതകളുടെ സംഭാവനകളും കൂടി ഉണ്ടാവണം. കാരണം ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ നോക്കിയാണ് ഒരു രാഷ്ട്രം എത്രമാത്രം വികസനം പ്രാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഇന്നും സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാനും സ്ത്രീകളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കാത്ത, സ്ത്രീകൾ വേട്ടയാടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ എത്ര പ്രിവിലേജുകളോട് കൂടി ഇരുന്ന സ്ത്രീയാണെങ്കിലും സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിലും കൂടി സ്ത്രീയാണ് എന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ട് അവസര സമത്വമില്ലാതായ അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ സാധിക്കാത്ത, സമൂഹത്തിന്റെ പ്രധാന പദവികളിൽ പോലും കടന്നു വരാൻ സാധിക്കാത്ത അസമത്വം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ധീര വനിതകൾ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഉയർന്നു വന്നത് എന്ന് പഠിക്കാനും അവരെ പറ്റി കൂടുതൽ ഗവേഷണങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു ചർച്ച വഴിവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഇനിയും ധാരാളം സ്ത്രീകൾ ഈ ഒരു മേഖലയിലുണ്ട്, അതേപ്പറ്റി അന്വേഷിക്കാനും അവരെ പറ്റി പറയുവാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് സർവോപരി ഈ ഒരു അലൂമിനി ടോക്കിൽ എന്നെ ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ട യൂണിയൻ ഭാരവാഹികൾക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് റാണി ഗൈഡിൻ ലൂവിന്റെ ചരിത്രത്തെ പോലെ മഹത്തായ ചരിത്രങ്ങൾ നിർമ്മിക്കുവാൻ, ചരിത്രം എപ്പോഴും ഹിസ്റ്ററിയായി മാത്രം ഒതുങ്ങാതെ അതിനെ ഹർ സ്റ്റോറിയാക്കി മാറ്റാനും സാധിക്കട്ടെ ഓരോ സ്ത്രീകൾക്കും എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി ചേച്ചി. ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്കും ബ്രിട്ടീഷ് നിയമമായ ഡൗട്ടിൻ ഓഫ് ലാപ്സിനുമെതിരെ പോരാടിയ ആദ്യ വനിതാ സ്വാതന്ത്ര്യ സമര സേനാനിയായ കിട്ടൂർ ചിന്നമ്മയെ കുറിച്ച് സംസാരിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സിലെ എൽസ മരിയ ജോർജ് ചേച്ചിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. 75-ാം സ്വാതന്ത്ര്യ പുലരിയെ പുലരിയിരിക്കുകയാണ് ജനാധിപത്യ ഇന്ത്യ. ദീർഘകാലം നരനായിട്ട് നടത്തിയ അധിനിവേശ സത്വങ്ങളെ തങ്ങളുടെ മനക്കരുത്ത് കൊണ്ട് കെട്ടുകെട്ടിച്ച ആ സമ്പൂർണ്ണ ദിനം ഇന്നും ഓരോ ഇന്ത്യൻ പൗരന്റെയും അന്തരംഗത്തെ പുളകം കൊള്ളിക്കുന്നതാണ്. തന്റെ രാജ്യത്തെ അധിനിവേശ ശക്തികൾ പിടികൂടിയപ്പോൾ സ്വരാജ്യം അതിന്റെ അവകാശമാണെന്ന നിലയിൽ അധിനിവേശ ശക്തികളുടെ തോക്കിൻ മുനയ്ക്കു മുന്നിൽ തനിമയുടെയും സ്വധൈര്യത്തിന്റെയും വൻ മതിലുകൾ പണിതവരും സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിൽ 500 വർഷക്കാലം ജാതി മതഭേദമന്യേ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പറങ്കികൾക്ക് ജീവിതവും അതിലുള്ള സകലമാന സുഖങ്ങളും ബലിയർപ്പിച്ചവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികൾ. വർഗീയതയുടെയും അക്രമത്തിന്റെയും ലിംഗത്തിന്റെയും നൂലാമാലകൾ പോലും പ്രത്യക്ഷപ്പെടാതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പുലരിയിലേക്ക് നയിച്ച മഹാരഥന്മാർ ഇന്ന് ചരിത്രത്തിൽ നിന്നും മായ്ക്കപ്പെടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൊളോണിയൻ ശക്തികൾക്കെതിരെ സന്ധിയില്ലാ സമരം വഹിച്ച ഒരു പറ്റം ധീരദേശാഭിമാനികളെ ചരിത്രകാരന്മാർ മറച്ചുവെച്ചത് വലിയ ക്രൂരതയാണ്. ലോകോ സമസ്തോ സുഖിനോ എന്ന് പാടിയ ഉപനിഷത്തും ഈ ലോകത്ത് ഒരു പൂങ്കാവനമുണ്ടെങ്കിൽ അതിന്റെ ഇന്ത്യയാണെന്ന് പാടിയ ഇക്ബാലും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സമാധാനത്തിന്റെയും മന്ത്രമാണ് ഉരുവിട്ടതെങ്കിൽ ഇന്നിന്റെ വർത്തമാന കാലഘട്ടം കലാപകുലുഷിതമാണ്. റാണി ലക്ഷ്മിബായിക്ക് മുൻപ് ബ്രിട്ടീഷുകാർക്കെതിരെ വാളെടുത്ത് പോരാടിയൊരു റാണിയുണ്ടായിരുന്നു ഇന്ത്യയിൽ, റാണി ചെന്നമ്മ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ റാണി ചെന്നമ്മയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടം ചരിത്രത്തിന്റെ ഏടുകളിൽ വേണ്ടത്ര രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്നത് സംശയകരമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള കർണാടകയിലെ ബെൽഗാം താലൂക്കിലാണ് ചെന്നമ്മ ജനിച്ചത്. 1778 ഒക്ടോബർ 23-നായിരുന്നു ജനനം. കുതിരസവാരിയിലും
ആയോധന കലകളിലും വളരെ ചെറുപ്പത്തിൽ തന്നെ ചെന്നമ്മയ്ക്ക് പരിശീലനം ലഭിച്ചിരുന്നു. ദേശായി കുടുംബത്തിലെ മല്ലസർജയെയാണ് ചെന്നമ്മ വിവാഹം ചെയ്തത്. ഈ ദമ്പതികൾക്കുണ്ടായ ഏകപുത്രൻ 1824 അന്തരിച്ചു. ഇതിനുശേഷം ശിവലിംഗപ്പ എന്ന കുട്ടിയെ ചെന്നമ്മ തന്റെ അനന്തരാവകാശിയായി ദത്തെടുക്കുകയായിരുന്നു. എന്നാൽ ഡോക്ടർ ഓഫ് ലാബ്സ് എന്ന നിയമപ്രകാരം ഈ ദത്തെടുക്കൽ സാധുവല്ലെന്ന് ബ്രിട്ടീഷ് സർക്കാർ ചെന്നമ്മയെ അറിയിച്ചു. ഈ വിഷയത്തിൽ ചെന്നമ്മ ബ്രിട്ടീഷ് നേതൃത്വവുമായി തെറ്റി തനിക്ക് ലഭ്യമായ സൈന്യത്തെ വെച്ച് ബ്രിട്ടീഷ് സേനയെ നേരിടാൻ ചെന്നമ്മ തീരുമാനിച്ചു. അനന്തരാവകാശിയെ വാഴിക്കാനുള്ള തന്റെ അവകാശം കാണിച്ച് ചെന്നമ്മ ബോംബെ ഗവർണർക്ക് ഒരു കത്തയച്ചു. ഗവർണർ ഈ ആവശ്യം നിരാകരിക്കുകയും യുദ്ധം ഉടനടി പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. കിത്തൂരിലെ വിലപിടിപ്പുള്ള വജ്രങ്ങളും രത്നങ്ങളുമൊക്കെ ബ്രിട്ടീഷ് സേന കൊള്ളയടിച്ചു. മദ്രാസ് നേറ്റീവ് ഹോഴ്സ് ആർട്ടില്ലറിയാണ് ചെന്നമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്തത്. 2000-ഓളം സൈനികരും 400-ഓളം പീരങ്കികളും ബ്രിട്ടീഷ് സേനയ്ക്കുണ്ടായിരുന്നു. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷ് സേനയ്ക്ക് കനത്ത നാശം സംഭവിച്ചു. കളക്ടറായിരുന്ന ജോൺ താക്കറെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ചെന്നമ്മയുടെ സൈന്യാധിപനായിരുന്ന അമനൂർ കാലപ്പയായിരുന്നു കിത്തൂർ സേനയെ മുന്നിൽ നിന്ന് നയിച്ച് ബ്രിട്ടീഷ് സേനയ്ക്ക് മുകളിൽ കനത്ത നാശം വിതച്ചത്. വാൾട്ടർ ഏലിയറ്റ് സ്റ്റീവ്സൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ കിത്തൂർ സേന ബന്ദികളായി പിടികൂടി. ബ്രിട്ടീഷുകാരെ വിട്ടയച്ചാൽ യുദ്ധം നിർത്താൻ തയ്യാറാണെന്ന് ജനറൽ ചാപ്ലിൻ ചെന്നമ്മയെ അറിയിക്കുകയും ചെന്നമ്മ അതനുസരിച്ച് ബന്ദികളെ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ വാക്കുമാറിയ ചാപ്ലിൻ കൂടുതൽ സേനയുമായി വന്നെത്തി കിത്തൂരിനെ ആക്രമിക്കുകയാണ് ചെയ്തത്. എന്നാൽ യുദ്ധത്തിന്റെ 2ാം ഘട്ടത്തിലും കിത്തൂർ സേനയ്ക്ക് തന്നെയായിരുന്നു മുൻതൂക്കം. ഷോളാപൂർ സബ് കളക്ടറായിരുന്ന മൺറോ കൊല്ലപ്പെട്ടു. സംഗോളി രായണ്ണ എന്ന സൈന്യാധിപനായിരുന്നു 2ാം ഘട്ടത്തിൽ യുദ്ധം നയിച്ചിരുന്നത്. അവസാനം ബ്രിട്ടീഷ് പട്ടാളം ചെന്നമ്മയെ പരാജയപ്പെടുത്തുകയും ബോയ്ഹങ്കൻ കോട്ടയിൽ തടവിലാക്കുകയും ചെയ്തു. ഗുരുസിദ്ധപ്പ എന്ന സൈന്യാധിപൻ കൂടി ചെന്നമ്മയ്ക്ക് വേണ്ടി അവസാനം വരെ പോരാടിയിരുന്നു. ചെന്നമ്മ തടവിലായെങ്കിലും 1829 വരെ സംഗോളി രായണ്ണ അവശേഷിക്കുന്ന സൈന്യവുമായി ഗറില്ല യുദ്ധം തുടർന്നു. 21 ഫെബ്രുവരി 1829 ബ്രിട്ടീഷ് സൈന്യത്തിലെ തന്റെ 50-ാമത്തെ വയസ്സിലാണ് തടവറയിൽ വെച്ച് ചെന്നമ്മ അന്തരിച്ചത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ 2 ഓഫീസർമാരെ കിത്തൂർ സേന ബന്ദികളാക്കിയപ്പോൾ അവരെ മോചിപ്പിക്കാൻ 2 കാര്യങ്ങളാണ് ചെന്നമ്മ ആവശ്യപ്പെട്ടത്. 1, യുദ്ധത്തിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യം പിന്മാറണം. 2, ചെന്നമ്മയുടെ ദത്തുപുത്രനെ ഭരിക്കാൻ അനുവദിക്കണം. എന്നാൽ ചതിയിലൂടെ കിത്തൂർ ഗ്രാമത്തെ തോൽപ്പിക്കുകയാണ് ബ്രിട്ടീഷ് സേന ചെയ്തത്. ബോയ്ഹങ്കൻ താലൂക്കിൽ തന്നെയാണ് ചെന്നമ്മയെ സംസ്കരിച്ചത്. ഇന്ന് ആ സ്ഥലം സർക്കാർ ഒരു പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ്. ചെന്നമ്മ നയിച്ച് വിജയത്തിലേക്ക് എത്തിച്ച ആദ്യഘട്ട യുദ്ധത്തിന്റെ സ്മരണ ഇന്നും കിത്തൂർ ഉത്സവത്തിൽ സ്മരിക്കപ്പെടാറുണ്ട്. ഒക്ടോബർ 22 മുതൽ 24 വരെയാണ് കിത്തൂർ ഉത്സവം. 2007 സെപ്റ്റംബർ 11 അന്നത്തെ പ്രസിഡന്റായ പ്രതിഭ പാട്ടീൽ ദില്ലിയിൽ റാണി ചെന്നമ്മയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഇന്നും ഇന്ത്യക്കാർക്ക് റാണി ചെന്നമ്മ ധൈര്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലായ്മയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകം തന്നെ. വെള്ളക്കാരുടെ തീ തുപ്പുന്ന പീരങ്കികൾക്ക് മുന്നിൽ വീരമൃത്യു വരിച്ച് വീരോതിഹാസം രചിച്ച ധീര വനിതകൾ കൂടി നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം കളഞ്ഞുകുളിക്കുവാൻ സഹോദരന്റെ ജീവൻ അറുത്തെടുത്ത് ആനന്ദ നൃത്തം വയ്ക്കുന്ന ഭീകര ചിന്തകളെ വർത്തമാനകാലത്ത് നിന്ന് തുടച്ചു നീക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന ഇക്കാലത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വതന്ത്രമാണോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ചേച്ചി. ക്വിറ്റ് ഇന്ത്യ സമരമുഖത്ത് പങ്കെടുത്തതിന്റെ പേര് 17-ാം വയസ്സിൽ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചു വീണ ബീർബല ആൻഡ് ഷഹീദ് എന്നറിയപ്പെടുന്ന കനക്ലാറ്റ ബറുവന എന്ന ധീര വനിതയെ കുറിച്ച് സംസാരിക്കാൻ എത്തുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ ഷെൽസി ഷാജി ചേച്ചി. Good morning, one and all. Let me wish a very happy Independence Day to you all at the first place. We are here to commemorate and celebrate the result
of the great hard works and sacrifices done by our forefathers to gain independence. Yes, independence is always the best and most wanted virtue or virtue in our life, because we will be nothing if we are not independent. If we do not have the freedom to choose our life, to choose our career, or to choose what we want to do, then life is nothing. Man always values freedom, and the great struggles of our forefathers helped us to attain this most awaited freedom. I am here to speak about Kanaglada Barua of Assam. As Ganga mentioned earlier, she was martyred at the age of 17. She is one of the youngest martyrs who gave her life, who sacrificed her youth for freedom of India. Kanaglada Barua was born on 22nd December in 1924 in Darang district of Assam. Her family had royal lineages. Her ancestors are considered to be ministers of the old Ahom dynasty. She was born to Srimati Krishnakanda and Karneshwari Barua. She was orphaned at the age of 5. She lost her mother at the age of 5 and she lost her father at the age of 13. Maybe she had to take up the responsibility of her family at the very younger age, and this could be the reason that she could get the great insight of freedom at this smaller age. She did not have the selfish feelings to build up her career or to study or to lead her happy home life, but she wanted to attain the most valuable gift to her country. Even though it costed her her life, she was never afraid to go back, or she was never afraid to confront the British rulers. From her very childhood, she came up witnessing all the brutalities vested by the British upon her villages. As we know, Assam is a village situated at the northeastern part of India. Even today, the developmental activities are just going on. In such a place, it was very difficult for the people to survive because, and along with all these difficulties in their own terrain areas, the British imposed more difficulties which made their life equal to hell. Kanaglada Barua wanted to join many organizations to work for freedom, but she couldn't because all of them asked her to complete 18 years so that she can join them. At last, on 20 September 1942, which is the famous Quit India Day, she came up with a procession holding the national flag. She wanted to hoist the national flag in Gorpur police station, which was controlled by the British administration. For this, first she joined Mrityu Bahini, a death squad, and along with the members, they all proceeded towards the police station of Gorpur on this Quit India Day. At the beginning of the procession, the male leaders asked the female leaders to stay at the back side of the procession because they asked them because they were women so that they can stay at the back side of the procession and the procession will be led by the male leaders. But this suggestion did not go good with Kanaglada Barua. She was not ready to move back just because she was a woman. She was just 17 years old, but the insight of empowerment and freedom had made her more mature than her real age. So she wasn't ready to go back and she came forward holding the national flag, leading the procession. The policemen in charge of the police station tried to warn Kanaglada about the fatal consequences which she could face if she proceeded with her work. But nothing could actually move her back. She told her, "You may kill me, but you cannot kill the 1,000 souls which are ignited by the dream of freedom." And this very thought gave her courage, and her inspiring words gave courage to all her fellow mates to struggle and work for the freedom of India. She never allowed the national flag to move down. She was fatally shot by the policemen, and the flag which she was holding was taken by another companion. All the fellow strugglers, all the fellow people who came with her in the procession took the flag one by one, and at last one person named Rampati Rakhova
hoisted the national flag in the police station. But by then, Kanaglada Barua had died on the spot, and her companions too lost her life. At the age of 17, without thinking about her future, she came forward to work and struggle for the Indian independence. If a person can understand the meaning of freedom at this very small age, then they might value it very well. But today, unfortunately, we fail to value the freedom which we get, and often we try to misuse it. In this situation, Kanaglada Barua is a great inspiration, and she gives us the great value and definition of what freedom is and how one gets ready to sacrifice their youth and life to attain freedom. The legacy of Kanaglada Barua is celebrated in Assam, but the most unfortunate thing is that her legacy, her life, and everything is confined to Assam alone. It doesn't come out of the world. To be very honest, I never heard this name until I searched for a topic to give in this talk series. It is very disappointing that we had such young martyrs and their life hasn't come out to the full extent to inspire the younger generation of India. And if these kinds of stories, not stories actually, these incidents come out, and if we are all enlightened with the great sacrifices of these small women, then it will help us to value the freedom and use it accordingly. The legacy of Kanaglada Barua is celebrated and commemorated in Assam. Her full-length statue was built in Gorpur police station. A fast patrol vessel named ICGS Kanaglada Barua was commissioned in the Indian Coast Guard. But still, we fail to recognize these women who are the real heroes of independence. Always the freedom of independence, freedom of India and Indian struggle for freedom has the face of Gandhiji, Nehru, Bhagat Singh, and all those people. Very few women come up to their mark, come forefront. Their stories are not always told. This tendency should be changed, and we should go and explore and know about more men and women who are the unsung heroes of independence. Let me conclude my words by reminding you that freedom was not brought by one or two people. It was the result and sacrifices of all those Indians who were brutally colonized and exploited by the British. Kanaglada Barua and all other young people were ready to give their life for this, and they attained the freedom. Even though they were in present, they attained the freedom for the future generation. Let's not fail to commemorate and remember these heroes in this day, and let's utilize our freedom for the well-being and development of our nation. Thank you. താങ്ക് യു ചേച്ചി. ഈ പരിപാടിയിൽ പങ്കുചേർന്ന് ഇതൊരു വിജയമാക്കി തീർത്ത എല്ലാവർക്കും ഔദ്യോഗികമായി നന്ദി അറിയിക്കുവാനായി ആഗ്നസ് ജോൺ സാബുവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം മനുഷ്യ സംസ്കാരത്തിന്റെ ജന്മസ്ഥലമാണ്. ചരിത്രത്തിന്റെ അമ്മ, ഇതിഹാസത്തിന്റെ മുത്തശ്ശി. ഇന്ത്യ ജന്മസ്ഥലമായി കിട്ടിയതിൽ അഭിമാനം കൊള്ളുന്നവരാണ് നാം ഓരോരുത്തരും. ജന്മനാടിനു വേണ്ടി ജീവൻ അർപ്പിച്ച അനേകം യോദ്ധാക്കൾ സ്വപ്നം കണ്ട സ്വതന്ത്ര ഭാരതം ഇന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ അനർഘ നിമിഷത്തിൽ നമുക്ക് സന്തോഷിക്കാം, ആഹ്ലാദിക്കാം, സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കാം. സന്തോഷത്തിന്റെ രഹസ്യം സ്വാതന്ത്ര്യമാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ രഹസ്യം ധൈര്യമാണ്. ആ ധൈര്യം മുൻനിർത്തിക്കൊണ്ട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ അനേകം ധീര വനിതകളെ പരിചയപ്പെടാൻ നമുക്ക് കിട്ടിയ അവസരമാണ് ഇന്നത്തെ അലൂമിനി ടോക്ക് സീരീസ്. ഈ മഹനീയ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നത് ഒരു ബഹുമതിയായി ഞാൻ കരുതുന്നു. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ റെവറൽ ഡോക്ടർ സിസ്റ്റർ റെജീനമ്മ ജോസഫിന് എന്റെയും മറ്റു ഭാരവാഹികളുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ ബർസർ റെവറൽ ഡോക്ടർ ജോസഫ് പുലവേലിയിൽ അച്ഛനും നന്ദി പറയുന്നു. ഇത്രയും മനോഹരമായ അവസരം ഞങ്ങൾക്കായി സംഘടിപ്പിച്ചു തന്ന കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളായ വൈസ് പ്രിൻസിപ്പൽ റെവറൽ ഡോക്ടർ ഷാജി ജോണിനും വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യുവിനും യൂണിയൻ അഡ്വൈസർമാർക്കും എന്റെ ഹാർദമായ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ നെടുന്തൂണായി പ്രവർത്തിച്ചത് അലൂമിനി റെപ്രസെന്റേറ്റീവ്സ് ആണ്. ചരിത്രത്തിൽ സ്ത്രീകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും
അവർ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് അറിവ് പകർന്നു തന്ന ചേച്ചിമാർക്ക് ഏറ്റവും സന്തോഷത്തോടെ നന്ദി പറയട്ടെ. അവസാനമായി ഈ പരിപാടിയിൽ പങ്കുചേർന്ന് വിജയകരമാക്കി തീർത്ത എല്ലാ അധ്യാപകർക്കും എന്റെ പ്രിയ സുഹൃത്തുക്കൾക്കും എന്റെയും കോളേജിന്റെ പേര് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. Thank you. നന്ദി ആഗ്നസ്. അടുത്തതായി നാഷണൽ ആന്തം. Thank you all. The meeting is over. All can leave now.